അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമദാനിൻ്റെ 27ാമത്തെ പകലിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്നലെ 27ാം രാവ് മുസ്ലിമീങ്ങൾ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകമായി അവർ പള്ളികളിൽ ഒരുമിച്ച് കൂടുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും അവനോട് മാപ്പിറക്കുകയും ദുആയിരക്കുകയൊക്കെ ചെയ്തു. ഒരുപക്ഷെ ഇന്നലെ ലൈലത്തുൽ ഖദർ ആണെങ്കിൽ, ഖദറിൻ്റെ രാത്രി ആണെങ്കിൽ, ഇന്നത്തെ പകലിനും പ്രത്യേകതയുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ കഴിഞ്ഞ പകലിൽ പ്രത്യേകം ഇബാദത്ത് വർദ്ധിപ്പിക്കലും അതിന് പ്രാധാന്യം കൽപ്പിക്കലും ഉണ്ട്. ആകയാൽ ഇന്നത്തെ പകലിന് ഇന്നലത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആയിരുന്നെങ്കിൽ ഈ പകലിന് മഹത്വമുണ്ട്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ഏത് സമയത്താണ് അല്ലാഹു ജല്ല ജലാലുഹു നമ്മളെ സ്വീകരിക്കുക, നമുക്ക് അവൻ സമ്മാനം നൽകുക, അവൻ നമ്മെ പൊരുത്തപ്പെടുക, അതേത് നിമിഷത്തിലാണെന്ന് നമുക്കറിയില്ല. ഈ റമദാനാകുന്ന മഹത്തായ മാസം അത് അവസാനത്തോട് അടുക്കുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം വർദ്ധിക്കുകയാണ്, കുറയുകയല്ല. അവസാനത്തെ പത്തിലാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഇഹ്യാ ചെയ്ത് സജീവമാക്കും. അവിടുത്തെ കുടുംബങ്ങളെയും ഭാര്യമാരെയൊക്കെ ഉണർത്തുകയും കൂടുതൽ ഇബാദത്തിന് വേണ്ടി സജ്ജമാവുകയും ഒരുങ്ങുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത്. അള്ളാഹു അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് അവസാനത്തോടടുക്കുമ്പോൾ ധാരാളമായി അള്ളാഹു തആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു, 27ാം രാവും കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുക, പെരുന്നാളാണ്, നോമ്പിൻ്റെതെല്ലാം കഴിഞ്ഞു എന്ന ഒരു ചിന്തയും സമീപനവും നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരു വിഷയത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ അത് മാറി മറ്റൊന്ന് വന്നു എന്ന് ഉറപ്പാകുന്നത് വരെ നമ്മൾ ആ വിഷയത്തിലാണ്. പകൽ സമയം സൺസെറ്റ് വരെ, സൂര്യാസ്തമയം വരെ പകലല്ലേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലല്ലേ പകൽ കഴിയുകയുള്ളൂ. അതിൻ്റെ മുമ്പ്, ഒരു മിനിറ്റ് മുമ്പ് നമ്മൾ പകലിൽ തന്നെയാണ് എന്ന പോലെ വ്യാഴാഴ്ച അസ്തമിച്ച് രാത്രി മഗ്രിബിൻ്റെ ഉടനെ ചക്രവാളത്തിൽ ശവ്വാൽ മാസപ്പിറവി ബാലചന്ദ്രനെ ദർശിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാത്ത കാലത്തോളം നമ്മൾ നോമ്പുകാർ തന്നെയാണ്.
അന്ന് രാത്രിയും നിയ്യത്ത് ചെയ്ത് പിറ്റേ ദിവസം വെള്ളിയാഴ്ചയും നോമ്പനുഷ്ഠിക്കണം. അതാണ് നിയമം. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. വളരെ വ്യക്തമായി അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകൾ എല്ലാവർക്കും അറിയാം, പലപ്പോഴും കേട്ടതുകൊണ്ട്. സൂമൂ ലി റുഅ്യതിഹി വഅഫ്തിറൂ ലി റുഅ്യതിഹി. ഇനി എങ്ങനെയാ അത് പറയാ? അത് പറയേണ്ട ഒരു കോലാരെങ്കിലും പറഞ്ഞു തരട്ടെ. ഇനി എങ്ങനെയാ അത് പറയാ? സൂമൂ ലി റുഅ്യതിഹി, മാസം നിലാവ് കണ്ടാൽ, ഹിലാല് കണ്ടാൽ, അത് സ്ഥിരപ്പെട്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വഅഫ്തിറൂ ലി റുഅ്യതിഹി, ആ നോമ്പിൽ നിന്ന് മാറി പെരുന്നാൾ എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ മാസം അഥവാ ശവ്വാലിന്റെ മാസപ്പിറവി കാണണം. റുഅ്യത്ത് എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് എന്നല്ലാതെ മാസം ഉണ്ടായ പോരാ. മാസം യഥാർത്ഥത്തിൽ ഉദിച്ചിട്ടുണ്ട്, പക്ഷേ സമയം കുറഞ്ഞത് കൊണ്ടോ ചന്ദ്രൻ അത്രയും ലോലമായതുകൊണ്ട് സാധാരണ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത വിധത്തിൽ അത്രയും നേർമയായതുകൊണ്ട് കണ്ടില്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം ഈ വിഷയം പറയുന്നത്. എന്നാലും നമ്മൾ പിറ്റേ ദിവസം നോമ്പുകാരായല്ലോ. ഇതാണ് ദീന്. ഇതാണ് ഇവിടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹാബത്ത്, താബിയുകൾ മുതൽ ഇക്കാലം വരെയുള്ള കഴിഞ്ഞുപോയ മഹാന്മാരായ അയിമ്മത്തുകളും പണ്ഡിതന്മാരും എല്ലാം അനുവർത്തിച്ചു പോന്നതും സ്വീകരിച്ചു പോന്നതും ഈ നയം ആണ്. ഇതാണ് ദീൻ. കാണാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. കണക്ക് നോക്കുമ്പോൾ സൂര്യാസ്തമയത്തിന്റെ ശേഷവും ചന്ദ്രൻ അസ്തമിക്കാതെ ഉണ്ട്. ഇത്ര മിനിറ്റ് ഉണ്ടാകും എന്നൊക്കെ കണക്ക് പറഞ്ഞു. അതുകൊണ്ട് മാത്രമൊന്നും വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് പ്രഖ്യാപിക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഒരാളും അത് ധൈര്യപ്പെടാനും പാടില്ല. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ അപ്പുറം പിന്നെ എങ്ങനെ ഒരു ദീന് പറയാ? അതുകൊണ്ട് വളരെയധികം പേടിക്കേണ്ട സംഗതിയാണ്. നേരത്തെ കാലയെക്കുട്ടി അങ്ങ് പറയാ, വളരെ നിർബന്ധമായ ഫർള് ഐനായ ഒരു സംഗതി നിരുപാധികം അത് നിർബന്ധമില്ല എന്നൊക്കെ പെട്ടെന്ന് ഫത്വ കൊടുക്കുക വല്ലാത്ത പേടിയാകുന്നു. അള്ളാഹുവിനെ തീരെ ഭയമില്ലേ ഇവർക്ക്? ഈ ദീൻ എങ്ങനെയെങ്കിലും പറയാൻ പറ്റുന്നതാണോ? പരിശുദ്ധമായ ദീൻ എങ്ങനെയാണ് ഇവിടെ നിലനിന്നത്? അതിനെത്രയാണ് സ്വഹാബികളൊക്കെ അധ്വാനിച്ചത്? ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കരൾ കൊടുത്തില്ലേ? എത്രയോ മഹാന്മാരായ സ്വഹാബികൾ അവരുടെ ജീവൻ നൽകിയിട്ടല്ലേ ഈ പരിശുദ്ധ ദീൻ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നത്? ആ ദീന് കൊണ്ട് കളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് വാശിയും വൈരാഗ്യവും ഒന്നല്ല, വാദപ്രതിവാദമൊന്നുമല്ല. നന്നായി ഒന്ന് ചിന്തിക്കണം. അള്ളാഹുവിനെ പേടി വേണം. റബ്ബിൻ്റെ മുന്നിൽ കോടതിയിൽ അവൻ്റെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ചിന്ത വേണം. അബദ്ധങ്ങൾ സംഭവിച്ചു പോവുക എന്നത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ജല്ല ജലാലുഹു പൊറുക്കുന്നവനാണെന്നും അവൻ മഗ്ഫിറത്ത് നൽകുമെന്നും ഓഫർ ചെയ്ത് അത്തരം തെറ്റ് സംഭവിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ഗഫാറാണെന്ന് പറഞ്ഞത്. അബദ്ധം സംഭവിക്കാത്തവരല്ല മനുഷ്യന്മാർ. അബദ്ധം സംഭവിക്കും. അതേ സമയത്ത് കരുതി കൂട്ടി മനഃപൂർവം വിഷയങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ അപ്പുറവും ഇപ്പുറവും പറഞ്ഞത് ആലോചിക്കാതെ സ്വന്തം വകയായിട്ട് അങ്ങോട്ട് അടിച്ച് പറയുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അപരാധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. ഓ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി,
അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുന്നിൽ നിങ്ങൾ മറികടന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ ഭയപ്പെടണേ. ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ വാക്കുകളും കേൾക്കുന്നുണ്ട്, എല്ലാ ചലനങ്ങളും എല്ലാ ചിന്തകളും എല്ലാ പ്ലാനിങ്ങുകളും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറികടക്കല്ലേ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് മറികടക്കല്ലേ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ തന്നെ ഒരു കാര്യവും തീരുമാനിച്ച് പ്രഖ്യാപിച്ച് അങ്ങനെ പറയുന്നൊരു സ്വഭാവം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മഹാന്മാരായ ദീൻ പഠിച്ച മഹത്തുക്കളായ ഒരു ഇമാമിനും ഒരു പണ്ഡിതനും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അപ്പുറത്തുള്ളത്, അതിനെതിരായിട്ടുള്ളതൊന്നും ഈ മുസ്ലിം ഉമ്മത്ത് ചെവിക്കൊള്ളേണ്ടതില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആദാബുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ കാര്യമായിട്ടുള്ള ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ തുടങ്ങി ഇപ്പം തന്നെ പലരും. ഉസ്താദേ, ഒരു പൊട്ടാസ് പൊട്ടിക്കൽ ഹറാമാണോ എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പൊട്ടാസ് പൊട്ടിക്കൽ ഹറാമാണെന്ന് പറയാനൊന്നും എനിക്ക് ധൈര്യമില്ല. അതേ സമയത്ത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നോമ്പൊക്കെ കൃത്യമായി നിർവഹിച്ച് തറാവീഹ് നിസ്കാരം കൃത്യമായി നിർവഹിച്ച് ഈ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഉദ്യോഗങ്ങളെല്ലാം നിർവഹിച്ച് അതിന് പരിസമാപ്തി കുറിക്കുന്ന ഫിത്ർ സക്കാത്തൊക്കെ കൊടുത്ത് നമ്മളുടെ നോമ്പിൽ വന്നു പോയിക്കാൻ സാധ്യതയുള്ള എല്ലാ ന്യൂനതകളും അതിൻ്റെ ഡാമേജുകളും തകരാറുകളൊക്കെ തീർത്ത് പെരുന്നാൾ നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നമ്മുടെ റിസൾട്ട് പറയുന്ന ദിവസമാണിത് അല്ലേ? ഒരു സംഗതിയിൽ ഒപ്പിടണ്ടേ, സീൽ ചെയ്യണ്ടേ? അങ്ങനെ നമ്മുടെ റമദാനിനും നമ്മുടെ അമലുകൾക്കൊക്കെ ഒപ്പും സീലും ലഭിക്കുന്ന ഒരു ദിവസമാണ് യൗമുൽ ജവായിസ് എന്ന് ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ച്, ഈദുൽ ഫിത്റിനെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. സമ്മാനം കൊടുക്കുന്ന ദിവസം. ആർക്കാണ് ഈ സമ്മാനം? പലപ്പോഴും റമദാനിൻ്റെ രാത്രികളിൽ തറാവീഹ് നിസ്കാരം തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ട കുറച്ച് ആളുകളെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതൊന്നും അവർ ഗൗനിച്ചിട്ടേ ഇല്ല. നോമ്പ് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, മാറ്റിയിട്ടുണ്ടായിരിക്കാം. റമദാനിൻ്റെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഉദ്യോഗങ്ങളൊന്നും വേണ്ടതുപോലെ നിർവഹിക്കാതെ അലഞ്ഞു നിരിഞ്ഞ് നടന്ന ആളുകളാണ് കാര്യമായിട്ട് കുറേ പൊട്ടാസ് വാങ്ങിയിട്ട് ഈ പെരുന്നാളിൻ്റെ അന്ന് പൊട്ടിക്കുന്നത്. ഇപ്പൊ തന്നെ പൊട്ടിക്കാൻ തുടങ്ങി. കുറേ ക്യാഷ് വെറുതെ ഇങ്ങനെ കത്തിച്ച് കളിയാണ്. ചെറിയ എന്തെങ്കിലും പൊട്ടാസ് ഒരു സന്തോഷത്തിന് വേണ്ടി പൊട്ടിക്കുന്നത് തെറ്റാണ്, ഹറാമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേസമയത്ത് ഇന്നത്തെ കാലം വല്ലാതെ പേടിക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പൊട്ടാസും ഈ കരിമരുന്ന് പ്രയോഗങ്ങളൊക്കെ അധികം നടത്താതിരിക്കണം. പലപ്പോഴും അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, വണ്ടികൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. അതുപോലെ വലിയ പടക്കങ്ങൾ, ഘോര ശബ്ദമുള്ള പടക്കങ്ങൾ പൊട്ടിച്ച് തൊട്ടടുത്തുള്ള കന്നുകാലികളൊക്കെ തുള്ളിയിട്ടും കയറ് പൊട്ടിച്ചിട്ടും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത് കിടക്കുന്ന കുട്ടികൾക്ക് വലിയ അനാരോഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ നോക്കുമ്പോഴാണ് ഇത് നിരുത്സാഹപ്പെടുത്തുന്നത് എന്നല്ലാതെ ഒരു പൊട്ടാസ്, പണ്ടൊക്കെ ഒരു കുത്തിപ്പൊട്ടിക്കുന്ന പൊട്ടാസ് ഉണ്ട്, എനിക്ക് ഓർമ്മ വന്നത്. കുട്ടിയൊക്കെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നും അറിയില്ല. അങ്ങനെ കുത്തിപ്പൊട്ടിക്കുക, കല്ലുമ്മൽ വെച്ചിട്ട് ഒരു നീണ്ട ചിരട്ട പോലെ ഉണ്ടാവും, അങ്ങനെ കുത്തിപ്പൊട്ടിക്കുക. അതൊക്കെ ചെറിയതാണ്. ഏറി വന്നാൽ എന്താണ്, ഒരു കമ്പിത്തിരി അല്ലേ, കമ്പിത്തിരി ഇങ്ങനെ ഒരു പൂക്കുറ്റിയും കമ്പിത്തിരിയും കുത്തിപ്പൊട്ടിക്കുന്ന പൊട്ടാസും
ഇന്ന് അതെല്ലാം വിട്ടിട്ട് വലിയ പൊട്ടാസുകളാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിത്തീരുന്നു. ആകയാൽ ആ ഒരു പ്രവണത പ്രചോദനം നൽകപ്പെടേണ്ട കാര്യമല്ല, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ആരെങ്കിലും എവിടെന്നെങ്കിലും ചെറിയൊരു പൊട്ടാസ് പൊട്ടിച്ചാൽ അത് മോശമാണ്, തെറ്റാണ്, ഹറാമാണെന്നൊന്നും ഞാനീ പറഞ്ഞതിന് അർത്ഥമില്ല. പിന്നെ പൊട്ടാസ് പൊട്ടിക്കാൻ വേണ്ടി മാത്രം കുറച്ചാളുകൾ, അവർക്ക് നോമ്പുമില്ല, തറാവിയുമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഒരു വിഷയത്തിലും അവർ റമദാനിൽ ഇടപെട്ടിട്ടില്ല, പിന്നെ അവരാകെ ചെയ്യുന്ന എന്താ അഞ്ചലി പൊട്ടാസ് പൊട്ടിക്കുക, അത് ശരിയുള്ള ഏർപ്പാടല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അമിതമായി ഒരു വിഷയത്തിലും സന്തോഷിക്കാൻ പാടില്ല. സന്തോഷിക്കാൻ ശർഈ വകുപ്പ് തരുന്നുണ്ട്, പക്ഷേ സന്തോഷം ഒരിക്കലും മതിമറന്നു പോകാൻ പാടില്ല. സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഹത്താ തസ്തമിറ ഖദമാക ഫിൽ ജന്ന, രണ്ട് കാലും സ്വർഗത്തിൽ എത്തിയിട്ട് അവിടെ ഉറച്ചാൽ മാത്രമേ സന്തോഷം പൂർണ്ണമാവുകയുള്ളൂ. അല്ലാഹു തആല ആ സുറൂർ, ആ സന്തോഷം നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെല്ലാവരെയും സ്വർഗത്തിലെത്തിക്കട്ടെ. ചില കാര്യങ്ങൾ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്പോൾ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർക്കണം. ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില കണക്കുകളൊക്കെ നോക്കാതെ ഇങ്ങനെ 1 വർഷം 2 വർഷമൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, ആ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാതെ കെട്ടിക്കിടന്ന് ഇങ്ങനെ അവസാനം ചൊറഞ്ഞ് മറിഞ്ഞ് പരസ്പരങ്ങൾ തർക്കങ്ങളായി. അവൻ പറയും നേരത്തെ തന്നെ തീർക്കാത്തതുകൊണ്ടല്ലേ, ഇനി അത് വെക്കാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം തർക്കങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുള്ളവനാണവൻ. എത്രത്തോളം എന്നറിയോ, ഒരു സദസ്സിൽ പങ്കെടുത്ത് അവിടെ കുറച്ച് അവശബ്ദങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ സംഭവിച്ച ആ ഒരു ന്യൂനതയും കുറവും പരിഹരിക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അദ്കാറിൽ പറഞ്ഞതായി കാണാം, ബാബു മാ യഖൂലുഹു ഇൻദൽ ഖിയാമി മിനൽ മജ്ലിസി, ഇരുന്ന സ്ഥലത്ത് നിന്ന്, ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു വിശ്വാസി പറയേണ്ട വാക്കിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. എന്നിട്ട് അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജലസ ഫീ മജ്ലിസിൻ ഫകസുറ ഫീഹി ലഗതുഹു, ആരെങ്കിലും ഒരു സദസ്സിലിരിക്കുകയും അവിടെ ശബ്ദ കോലാഹലങ്ങളൊക്കെ അധികരിച്ചു, അങ്ങനെ ഫഖാല ഖബല അൻ യഖൂമ മിൻ മജ്ലിസിഹി ദാലിക, അവന്റെ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ ചൊല്ലിയാൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എല്ലാവർക്കും പഠിക്കാവുന്ന തന്നെയാണത്. ഒരു കമ്മിറ്റി നടന്നു, ആ കമ്മിറ്റിയിൽ പരസ്പരം അങ്ങോട്ടും വാഗ്വാദങ്ങളും ഒക്കെ നടന്ന് അവസാനം കൂടി രംഗം അന്തരീക്ഷമൊക്കെ ശാന്തമായി എല്ലാവരും പിരിഞ്ഞു പോവാണ്. ആ സമയത്ത് നമ്മൾ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് പറയുന്നത്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നീ അല്ലാതെ ആരാധനക്ക് അർഹനായി യാതൊന്നുമില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ കേറിച്ച് മടങ്ങുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാനാണ് എന്താ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എന്തെങ്കിലും ഒന്ന് പഠിക്കണമല്ലോ നമ്മൾ. ഇങ്ങനെ കേട്ടിങ്ങനെ ആസ്വദിച്ച് എന്തെല്ലോ പറഞ്ഞിക്ക് എന്തെല്ലോ കേട്ട് അങ്ങനെ പറ്റില്ല. കുറെ വിഷയങ്ങൾ പഠിക്കണം നമ്മൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. ആർക്ക് പഠിപ്പിച്ചത്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇങ്ങനെ ആ മജ്ലിസിൽ നിന്ന്, സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നേട്ടം? ഹബീബായ തങ്ങൾ പറയാണ്,
ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക്. ആ മജ്ലിസിൽ, ആ സദസ്സിൽ എന്താണോ അവനിൽ നിന്ന് സംഭവിച്ചത് അതെല്ലാം അവന് പൊറുക്കപ്പെടുക തന്നെ ചെയ്യും. ആ മജ്ലിസിൽ വെച്ച് അവൻ്റെ സംസാരത്തിൽ വന്ന, അവൻ്റെ ചിന്തയിൽ വന്ന എല്ലാ അബദ്ധങ്ങളും ഈ ഒരു വാചകം, ഈ ഒരു ദിക്ർ ചൊല്ലലോടുകൂടെ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ ഇതെന്താ, ഒരു ചെറിയൊരു പൊടിയായി അങ്ങ് തട്ടിക്കളഞ്ഞ്. നമ്മുടെ കൽബിലാണെങ്കിൽ ഇത് ബാധിക്കുക. തെറ്റ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ കൽബിനാ ബാധിക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു പൊടി പാറിയിട്ട് ലേശം പിറങ്ങി അമെല്ലാം അങ്ങ് തൊട്ടിക്കളഞ്ഞ്, അത് ക്ലിയറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ എന്തോ ഒന്ന് പിറങ്ങി, അതും കാട്ടിക്കളഞ്ഞ്. ഇതിങ്ങനെ എന്തായി? അങ്ങനെ അല്ലെങ്കിലോ ഒരു പൊടി പാറി, സാരമില്ല, ഒരു പൊടി എല്ലാം എടുക്കട്ടെ, അതവിടെ വെച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ചളി പിറങ്ങി, അത് സാരമില്ല, പിന്നെ കൈ റെഡിയാക്കാം, അതവിടെ വെച്ച്. അങ്ങനെ എന്ത് ചെയ്ത് ഇതൊന്നും ഡിലീറ്റ് ആക്കാതെ ഇങ്ങനെ കുന്നുകൂടി കിടന്നാൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത് കൂട്ടിയ ദുശ്ചെയ്തികൾ, ദുഷ്പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഖറ അത് അവരുടെ ഹൃദയത്തിനെ മൂടിക്കളഞ്ഞിരിക്കുന്നു. റാൻ എന്നാണ് അതിന് പറയാ. അങ്ങനെ നമ്മുടെ ഖൽബിനെ അള്ളാഹു ആക്കാതിരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? ഈ വാഹനം ഇങ്ങനെ മഴ സമയത്ത് വാഹനം ഓടിക്കുന്ന സമയമ്പോൾ മുന്നിൽ നിന്ന് ഇങ്ങനെ ഗ്ലാസ് ഒന്നും വൈപ്പറിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നമില്ല, കാണും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ, അത് മനുഷ്യ സഹജമാണ്, അതില്ലാത്ത മഅസൂമികളൊന്നുമല്ല നമ്മൾ. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നതൊക്കെ വേഗം തുടച്ചു കളയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലാൻ പഠിപ്പിച്ചതാണിത്. എന്നാൽ വേറൊരു ഹദീസിലുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ കൂട്ടമായ ഒരു പ്രാർത്ഥന നടത്താതെ ഒട്ടുമുക്കാൽ സദസ്സിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ബാബു ദുആഇൽ ജാലിസി ഫീ ജംഇൻ ലിനഫ്സിഹി വമൻ മഅഹു. ഒരു സംഘത്തോടുകൂടെ ഒരു മജ്ലിസിൽ ഇരുന്ന ആള് അദ്ദേഹത്തിന് വേണ്ടിയും അവിടെ ഇരുന്ന ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. എന്നിട്ട് പറയാണ്, ശരിക്കും മനസ്സിലാക്കണം, ഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂമു മിൻ മജ്ലിസിൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകൽ കുറവാണ്. എങ്ങനെ എഴുന്നേറ്റ് പോകൽ വളരെ കുറവാണ്. ഹത്താ യദ്ഉവ ബിഹാഉലാഇ ദഅവാതി ലിഅസ്ഹാബിഹി. ഈ കലിമത്തുകൾ, ഈ ദുആകൾ അവിടുത്തെ സഹാബത്തിന് ദുആർന്ന് കൊടുക്കാതെ എഴുന്നേറ്റ് പോകൽ വളരെ കുറവാണ്. ഖല്ലമ എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ 98-99% മജ്ലിസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഇങ്ങനെ ഒരു കൂട്ട പ്രാർത്ഥന നടത്താതെ എഴുന്നേറ്റ് പോകാറില്ല. ഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിൻ മജ്ലിസിൻ ഹത്താ യദ്ഉവ ബിഹാഉലാഇ ദഅവാതി ലിഅസ്ഹാബിഹി. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മഅസിയതിക, അല്ലെങ്കിൽ മാ തഹൂലു ബിഹി ബൈനനാ വബൈന മഅസിയതിക, വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക ومن اليقين ما تهون به علينا مصائب الدنيا. ഇതിപ്പോൾ കാണാതെ പഠിക്കാൻ ഇപ്പോൾ ആവൂല. എന്നാലും അങ്ങനെ ഒരു ദുആ ഉണ്ടെന്നും എവിടെ വെച്ചെങ്കിലൊക്കെ ഇപ്പം തന്നെ നമ്മൾ ദുആ ചെയ്തു. ഇവിടെ നിന്ന് ഇഹ്റാം ദുആയിരുന്നല്ലോ. ഒരു ഇമാമ് ദുആ ചെയ്യുമ്പോൾ ഇതൊരു കാര്യപ്പെട്ട ദുആയാണെന്നും അതിലൊരുപാട് അതിൻ്റെ കണ്ടൻസുകൾ, അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഉള്ളടക്കം വളരെ ഗൗരവമുള്ളതാണെന്നൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ ആ ആമീനിന് മാറ്റുകൂടും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, നബി തങ്ങൾ സഹാബത്തിന് വേണ്ടി സ്വന്തം തരുന്നല്ല, സഹാബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പോൾ സഹാബത്തിന് വേണ്ടി ദുആന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പാടിങ്ങനെ ഒത്തിരിക്കുക, എല്ലാവരും ആമീൻ പറയുന്നുള്ള ഉറപ്പല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെ അപ്പാടിങ്ങനെ ഒത്തിരിക്കുക, എല്ലാവരും ആമീൻ. അതിനല്ലേ ഇപ്പോൾ ഈ കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്നത്. അതല്ല ഈ കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി. അള്ളാഹുവിൻ്റെ റസൂല് സ്വഹാബത്തിന് ദുആ ചെയ്തു കൊടുക്കും. അല്ലാഹുമ്മ ഖ്സിം ലീ എന്നല്ല ലനാ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ
നിന്റെ ഖശിയത്ത് നൽകണം. എങ്ങനത്തെ ഖശിയത്ത്? ഞങ്ങളുടെയും നിനക്ക് തെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയും ഞങ്ങൾക്ക് തടസ്സമാകുന്ന നിലക്കുള്ള ഒരു ഖശിയത്ത് ഞങ്ങൾക്ക് തരണേ. അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വ ബൈന മഅസിയതിക. ഞങ്ങളുടെയും തെറ്റുകുറ്റങ്ങളുടെയും ഇടയിൽ മറയിടുന്ന ഒരു ഖശിയത്ത് നീ ഞങ്ങൾക്ക് ഓഹരി ചെയ്തു തരണേ. വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക. നിന്റെ സ്വർഗം പ്രാപിക്കാൻ മാത്രം കഴിവുള്ള അത്രയും ത്വാഅത്തുകൾ ഞങ്ങൾക്ക് നീ ഓഹരി ചെയ്തു തരണമേ. വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസായിബദ് ദുനിയാ. ദുനിയാവിൽ ഏത് മുസീബത്തുകൾ ഉണ്ടായാലും അല്ലാഹുവേ ഞങ്ങളെ എല്ലാ മുസീബത്തും തൊട്ടും കാക്കണേ അല്ലാ. അങ്ങനെ ഉണ്ടായാൽ ഏത് മുസീബത്ത് വന്ന് വീണാലും പതറിപ്പോകാത്ത നിലക്ക് അതിൽ ക്ഷമിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ടാകുന്ന നിലക്കുള്ള യഖീൻ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. നബി തങ്ങൾ ചോദിക്കാൻ ദ്വാരക്കാൻ വേണ്ടി പറയാൻ തങ്ങൾ ദ്വാരന്ന് കൊടുക്കുകയാണ്. വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസായിബദ് ദുനിയാ. എന്നിട്ട് പിന്നെ ദ്വാരക്കുന്നുണ്ടോ? അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇനാ വ അബ്സ്വാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ. ഇതൊക്കെ എത്രമാത്രം അർത്ഥവത്തായ ദുആ ആണ്. അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇനാ. അല്ലാഹുവേ ഞങ്ങളെ നീ സുഖിപ്പിക്കണമേ, ആസ്വദിപ്പിക്കണമേ ഞങ്ങളുടെ കാതുകളെ കൊണ്ട്, വ അബ്സാരിന ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ടും, വ ഖുവ്വതിനാ ഞങ്ങളുടെ മറ്റ് എല്ലാ ശക്തികളെ കൊണ്ടും കഴിവുകളെ കൊണ്ടും, ഞങ്ങളുടെ കിഡ്നി മരണം വരെ നീ വർക്ക് ചെയ്യിപ്പിക്കണമേ. ഞങ്ങളുടെ കാഴ്ച ശക്തി ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലേ. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും അതേ ഞങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചലനശക്തിയും ചിന്താശക്തിയും എല്ലാ ശക്തികളും നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ. അത് ഞങ്ങൾക്ക് നീ ആസ്വാദനമായി നൽകണേ. ഇതാണ് ഈ ദുആഇന്റെ കണ്ടൻസ്. ഇനിയുണ്ട് ഒരുപാട് അതിന് ശേഷം. وَاجْعَلْهُ الْوَارِثَ مِنَّا وَاجْعَلْ ثَأْرَنَا عَلَى مَنْ ظَلَمَنَا وَانصُرْنَا عَلَى مَنْ عَادَانَا وَلَا تَجْعَلْ مُصِيبَتَنَا فِي دِينِنَا وَلَا تَجْعَلِ الدُّنْيَا أَكْبَرَ هَمِّنَا وَلَا مَبْلَغَ عِلْمِنَا وَلَا تُسَلِّطْ عَلَيْنَا مَنْ لَا يَرْحَمُنَا. വലിയ വലിയ വിഷയങ്ങളാണ് ആ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ നബി തങ്ങൾ ഏകദേശം സദസ്സുകളിലും ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുകയാണ്. സഹോദരങ്ങളെ, പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട്. എന്താ പരിപാടി? മുസാഫഹത്ത് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് നല്ല കാര്യമാണ്. മുസാഫഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫസ്ലുൻ ബിൽ മുസാഫഹ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറയുന്നു, മുസാഫഹത്തിനെ പറ്റി പറയുന്ന ഫസ്ൽ. ഇഅലം അന്നഹാ സുന്നത്തുൻ മുജ്മഉൻ അലൈഹാ ഇൻദ തലാഖി. പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് പുരുഷന്മാർ വേണമെങ്കിൽ മഹറമായ ഭാര്യക്ക് കൈ കൊടുക്കാം, മഹറമായ കൈ കൊടുക്കാം. സ്ത്രീകൾ കൈ കൊടുക്കാം. അല്ലാതെ പുരുഷന്മാർ എന്ത് ചെയ്യാൻ പാടില്ല? യുവതികൾക്ക് കണ്ടാൽ ആശിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് കൈ കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, താടി മീശയൊന്നും മുളക്കാത്ത ചെറിയ പ്രായമുള്ള കണ്ടാൽ ഭംഗിയുള്ള അമ്രത് എന്നാണ് പറയാ. അമ്രത് ആൺകുട്ടിയെ പോലും അങ്ങനെ മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. മുസാഫഹത്ത് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിനൊരു മില്ലിമിറ്റും ഇല്ല, ഒരു ഉപാധിയും ഇല്ല. അങ്ങ് കൊടുത്തുവിടലല്ല മുസാഫഹത്ത്. ഇപ്പം ചില ഒരു വടക്ക് സ്വഭാവമുണ്ട് നമ്മളെ മനുഷ്യന്മാർക്ക്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വന്നതാണ്. ഉസ്താദേ സലാം ചെല്ലി കൈ കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളെ കൊണ്ട് 6-7 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് കൈ കൊടുപ്പിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ആ കുട്ടി കൈ കൊടുത്താൽ കുട്ടിക്ക് കേട്ടൊന്നുമില്ല. ആ കുട്ടികളെ നമ്മളല്ലേ പിന്നെ പരിപാലിച്ചു കൊണ്ടുവരേണ്ടത്. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കൈ കൊടുക്കുന്നൊരു സ്വഭാവം, ആണ് പെണ്ണ് മഹറമയ്യത്തൊന്നും ഇല്ലാതെ അന്യ ആണ് പെണ്ണ് തമ്മിൽ കൈ കൊടുക്കുന്നൊരു സ്വഭാവം ചെറുപ്പത്തിലെ നടപ്പാക്കി വന്നാൽ
പിന്നെ വലുതാകുന്ന സമയത്ത് അത് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ എത്ര സുന്നത്തുണ്ട് ഇവിടെ. ഒരൊറ്റ റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ചങ്ങായിന് കിട്ടൂല. ഒരൊറ്റ ദിവസം ഹദ്ദാദ് റാത്തീബ് റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്ർ ഇതെല്ലാമൊന്നും ആളെ കിട്ടൂല. വാഹനത്തിൽ പോകുമ്പോൾ സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്നുള്ള ദിക്ർ അല്ല ചങ്ങായിക്ക് അറിഞ്ഞും കൂടെ അറിഞ്ഞാൽ തന്നെ ചെല്ലുകയില്ല. മാഷാ അല്ലാഹ് എന്ന് ക്ലാസ് പോലെ എഴുതിയേക്കാൻ ഭയങ്കര ഉഷാറാ. ഇത് നിറഞ്ഞിരിക്കാൻ വേണ്ടി എന്തിനാണിത്? തവക്കൽതു അലല്ലാഹ്. ഒരു തവക്കലും മനസ്സിലില്ല. തവക്കൽതു അലല്ലാഹ് എഴുതി വെക്കും. ഞാൻ ഹറാമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യണം? ആലോചിച്ചുകൊണ്ട് സാഹചര്യവും സന്ദർഭവും നോക്കി ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. ഒരു സുന്നത്തും അതുപോലെ ഫർള് തന്നെ മര്യാദ എടുക്കൂല. സുബഹി പലപ്പോഴും കള ആക്കും. അങ്ങനത്തെ ആള് എന്താണ് മുസാഫഹത്ത് സുന്നത്താണല്ലോ, അതിങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി. അഥവാ ഈ കുട്ടി വലുതായിട്ട് മുസാഫഹത്ത് പതിവാക്കിക്കില്ല, വലിയ തെറ്റല്ലേ? ഇങ്ങനെ കൊടുപ്പിക്കുക. കൈ കൊടുക്ക്. അത് ഞാനിത് പറയുന്നത് ഓനെ കുറ്റപ്പെടുത്താനല്ല, അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇതിന്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. മുസാഫഹത്തല്ലേ, ഉസ്താദല്ലേ, സിറാജല്ലേ എന്ന് വിചാരിച്ച് ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞു, കുട്ടികളല്ലേ, പെരുന്നാളിനെ നെയ്ച്ചോറല്ലേ, പൈച്ചിട്ടല്ലേ, വെച്ചോട്ടെ എന്ന പോലെ കുറേ ഇല്ലത്തുകൾ, അതുപോലെ കുറേ സംഗതികൾ. ചെറിയ കുട്ടിയല്ലേ, ഉസ്താദല്ലേ, സലാമല്ലേ, കൈ കൊടുക്കലല്ലേ. പക്ഷെ ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ അവസാനം വരുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരെ നല്ല നിലയിൽ വളരെ വിനയത്തോടെ അവരോട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ചെയ്യുന്നത് ശരിയല്ല എന്ന്, ശരിയാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന പണി നല്ലതാണ് എന്നൊരാൾ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് അത് മാറ്റുന്നത്. അതുകൊണ്ട് ആ പണി നല്ല ഏർപ്പാടല്ല. 7 വയസ്സാകുമ്പോൾ നിസ്കരിപ്പിക്കാൻ എന്നാ പറഞ്ഞ് കുട്ടിയൊക്കെ നിർബന്ധമുണ്ടോ? 15 വയസ്സോ അല്ല പ്രായപൂർത്തിയായാലല്ലേ കുട്ടികൾക്ക് നിസ്കാരമൊക്കെ നിർബന്ധമാകുന്നുള്ളൂ. പക്ഷെ നേരത്തെ തന്നെ എന്തിനാ പറഞ്ഞ്? അത് നേരത്തെ തന്നെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നാലേ പ്രായപൂർത്തിയാൽ ഇത് പതിവാക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ്. അപ്പൊ അതുപോലെ ഈ വേണ്ടാത്ത സംഗതി പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് ശീലിപ്പിച്ചാൽ അത് പ്രായപൂർത്തിയായതിന്റെ ശേഷവും എന്ത് ചെയ്യും? അവരെ പതിവാക്കി കളയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മുസാഫഹത്ത് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിന് യാതൊരു ലിമിറ്റും ഇല്ലാതെ ആകാൻ പാടില്ല. عن قتادة رضي الله عنه قتادة رضي الله عنه ഉദ്ധരിക്കുന്നു قال قلت لأنس ഞാൻ ചോദിച്ചു അനസ് റളിയല്ലാഹു അൻഹുവിനോട് അകാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ഈ മുസാഫഹത്ത് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടായിരുന്നോ? ഖാല നഅം, മഹാനവറുകൾ പറഞ്ഞു അതേ ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനിൽ ബറാഇ റളിയല്ലാഹു അൻഹു ഖാല, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. രണ്ട് മുസ്ലിമായ വ്യക്തികൾ പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ അവർ രണ്ടുപേരും കൈ കൊടുക്കുകയും ഹസ്തദാനം നടത്തുകയും ചെയ്താൽ, അതിന് പറ്റുന്ന സന്ദർഭങ്ങളിലാണ്. അതൊന്നും പാടില്ല എന്ന് എന്തെങ്കിലും ഒരു വൈറസിൻ്റെയോ മറ്റോ കാരണത്താൽ വിലക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നോർമൽ അവസ്ഥയിലാണ് ഈ പറയുന്നത്. അങ്ങനെ അവർ മുസാഫഹത്ത് ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ, അവർ പരസ്പരം വിട്ടുപിരിയുന്നതിൻ്റെ മുമ്പ് അവർക്ക് പുറത്തു കൊടുക്കപ്പെടാതിരിക്കുകയില്ല. അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന്. ഇങ്ങനെ മുസാഫഹത്ത് ചെയ്തിട്ട് അതൊരു സ്നേഹത്തിൻ്റെയും ഈമാനിൻ്റെയും പേരിൽ ഉണ്ടാകുന്ന ഒരു മുസാഫഹത്താണ്, ഒരു സ്നേഹപ്രകടനമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അത് കണക്കിലെടുക്കുകയാണ്, അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണും, ഖാല റജുലുൻ യാ റസൂലല്ലാഹ് അർറജുലു മിന്നാ യൽഖാ അഖാഹു ഔ സദീഖഹു, ഞങ്ങളിൽപ്പെട്ട ഒരാൾ തൻ്റെ സഹോദരനെയോ അല്ലെങ്കിൽ ചങ്ങാതിയെയോ കണ്ടുമുട്ടുന്നു. ആ യൻഹനീ ലഹു, അവൻ്റെ മുന്നിൽ അവനൊന്ന് കുനിഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ, ഒന്ന് ചെറുങ്ങനെ കുനിയേണ്ടതുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു ലാ, ഇല്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. ഖാല അഫയൽതസിമുഹു, അല്ല എന്നാൽ അങ്ങനെ അവനെ കണ്ടാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യേണ്ടതുണ്ടോ? വയുഖബ്ബിലുഹു, അവനൊന്ന് പിടിച്ച് ചുംബിക്കേണ്ടതുണ്ടോ? ഖാല ലാ, നബി തങ്ങൾ പറഞ്ഞു ഇല്ല, വേണ്ടയില്ല. ഖാല വയഖുദു ബിയദിഹി വയുസാഫിഹുഹു, അവൻ്റെ കൈ പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യണോ? ഖാല നഅം, അതെ, അത് ചെയ്യണം. അപ്പൊ പെരുന്നാൾ കാലം കഴിഞ്ഞിട്ട് പരസ്പരം എല്ലാവരും ഒന്ന് മുസാഫഹത്ത് ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നും ഇല്ല.
അതേ സമയത്ത് ഈ മുആനഖത്ത് എന്ന് പറയുന്ന ഏർപ്പാട്, ഈ കെട്ടിപ്പിടിക്കലും കൂട്ടിയണക്കലും, അത് ഈ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടതില്ല. അത് മക്റൂഹാണ്, കറാഹത്താണ് എന്ന് കിതാബുകളിൽ പറയുന്നുണ്ട്. കാരണം അതുവരെ എല്ലാ വഖത്തിലും അവിടെ പങ്കെടുത്ത ആള് കഴിഞ്ഞ ദിവസവും തറാവീഹ്ക്കുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് കാണാത്തൊന്നല്ലേ, ഇന്നലെ തറാവീഹെല്ലാം കഴിഞ്ഞിട്ട് പോയ ആളാണ് അവരിന്നെ ഈ പള്ളിയിൽ വന്നിട്ടുള്ളത് പെരുന്നാൾ നിസ്കാരത്തിന്. അപ്പം ആ സമയത്ത് പിന്നെ അമ്മൽ മുആനഖത്തു വതഖ്ബീലുൽ വജ്ഹി ലിഗൈരി തിഫ്ലി വലിഗൈരിൽ ഖാദിമി മിൻ സഫരിൻ വനഹ്വിഹി ഫമക്റൂഹാനി. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മുആനഖത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കെട്ടിപ്പൂട്ടലും അതുപോലെ വതഖ്ബീലുൽ വജ്ഹി മുഖം ചുംബിക്കലും ലിഗൈരി തിഫ്ലി ചെറിയ പൈതം മക്കൾക്ക് അല്ലാതെ പ്രശ്നമില്ല. വലിഗൈരിൽ ഖാദിമി മിൻ സഫരി യാത്ര കഴിഞ്ഞിട്ട് കുറേ ആയി പോയിട്ട് അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്ന ഒരാളാണ്, അദ്ദേഹത്തെ എന്ത് ചെയ്യാം, അങ്ങനെ അണച്ചുകൂട്ടുകയും ഒക്കെ ചെയ്യാം. അതല്ലാതെ കുട്ടിയോ അതുപോലെ തന്നെ ഈ യാത്ര കഴിഞ്ഞ് വന്നവരോ അല്ലാതെ അങ്ങനെ അണച്ചുകൂട്ടുന്നത് ഫമക്റൂഹാനി, അത് കറാഹത്താണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വെറുതെ അതിനെ മെനക്കേട്ടിട്ട് സമയം പോക്കേണ്ടതില്ല. ഒരു കൈ കൊടുക്കുന്നത് നല്ലതാണ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. വയുസ്തഹബ്ബു മഅൽ മുസാഫഹതി അൽ ബശാശതു ബിൽ വജ്ഹി വദ്ദുആഉ ബിൽ മഗ്ഫിറതി വഗൈരിഹാ. പരസ്പരം സ്നേഹിതന്മാർ കണ്ടുമുട്ടുമ്പോൾ കൈകൊടുത്ത് ഹസ്തദാനം ചെയ്യൽ സുന്നത്താകുന്നതോടൊപ്പം എന്ത് സുന്നത്താണ്? അൽ ബശാശതു ബിൽ വജ്ഹി, ഒരു മുഖപ്രസന്നത. തൻ്റെ സഹോദരനെ കണ്ടാലൊന്ന് ഒരു മുഖം ഒന്ന് പുഞ്ചിരിത്ത് അതൊന്ന് നല്ല പ്രസന്നതയോടുകൂടെ അഭിമുഖീകരിക്കൽ സുന്നത്താണ്. അല്ലാതെ ഇങ്ങനെ ഒരു മഴക്കാർ കെട്ടിയ പോലെ ആയിട്ടല്ല പരസ്പരം കണ്ടുമുട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിൽ ഗിഫാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നല്ല കാര്യത്തെ ഒന്നും നീ നിസ്സാരപ്പെടുത്തരുത്, ഒന്നും ചെറുതായി കാണരുത്. വലൗ അൻതൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, നിന്റെ സഹോദരനെ കാണുമ്പോൾ പ്രസന്നവദതായ മുഖത്തോടുകൂടെ അവനെ കണ്ടുമുട്ടുന്നതാണെങ്കിലും അതൊരു മഅറൂഫായ നല്ല കാര്യമാണ്. അതും നീ നിസ്സാരമായി കാണരുത്, ചെറുതായി കാണരുത്. അപ്പം ബശാശത്ത് വേണം. ഇനി ഒരാള് നമ്മളെ വീട്ടിലൊരാൾ വന്ന്, പക്ഷെ നമുക്ക് അയാൾ അറിയാത്ത എന്തോ ഒരു വേദന നമ്മൾ സഹിക്കുന്നുണ്ട് എന്ന് കൂട്ടിക്കൂടി. അള്ളാഹു തആല എല്ലാ വേദനയും സുഖപ്പെടുത്തട്ടെ. നടുവേദനയുള്ളവർക്ക് അള്ളാഹു തആല സുഖപ്പെടുത്തി കൊടുക്കട്ടെ. കാലുവേദന ഉള്ളവരുണ്ട്, അള്ളാഹു വേദന സുഖപ്പെടുത്തി കൊടുക്കണേ അള്ളാഹ്. സങ്കല്പം കൊണ്ട് വരുമൊന്നും ചെയ്യില്ലല്ലോ. നമ്മളെ വീട്ടിലൊരാൾ വന്നു, അപ്പം നമ്മൾ ഭയങ്കര പല്ലുവേദന ഉണ്ട്, വല്ലാണ്ട് പല്ലുവേദന. പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊന്നൊന്ന് കുത്തുന്ന അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ കഥ ചെയ്യും. പല്ലുവേദന കൊണ്ട് സഹിക്കാനാന്നില്ല, ഇയാളാകെ ഉണ്ടല്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ അസ്സലാമു അലൈക്കും സലാം. അപ്പോൾ ഇയാളെ ഈ കോലം കാണുമ്പോൾ പഠിച്ചോനെ ഞാൻ വരണ്ടേന്ന് വിളിയല്ല, വന്നതാക്കി ഇഷ്ടപ്പെട്ടെങ്കിലേ എന്നല്ല ഇങ്ങനെ തെറ്റിദ്ധരിക്കൂലേ. അപ്പോൾ എന്ത് ചെയ്യണോ, എനിക്ക് പല്ലുവേദന ഉണ്ടാവണ്ട കേട്ടോ, ഇങ്ങനെ ഇരിക്കി എന്നൊക്കെ പറഞ്ഞ്. എന്നാലും നമുക്ക് ഈ വേദന ശക്തമായിട്ടുണ്ടാകുന്ന സമയത്ത് കാട്ടിക്കൂടാൻ അധികമൊന്നും കഴിയൂല. അപ്പൊ നമ്മളുടെ ഈ മുഖത്തിന്റെ പ്രസന്നത കുറവ് ആ വന്ന ആ വ്യക്തി കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ ഒരിക്കലും നമ്മൾ പെരുമാറുന്നത്. അപ്പം നമ്മൾ ഉദരങ്ങ പറഞ്ഞേക്കണം, എനിക്ക് സംഗതി ഇങ്ങനെയുള്ളതുകൊണ്ടാണ്, ഇന്നലെ വയറുവേദന ഉണ്ട്, തലവേദന ഉണ്ട്, ഇന്നലെയുണ്ട് ഒരു തലവേദന, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണുന്നത് എന്ന് അദ്ദേഹത്തോട് പറയണം. അപ്പൊ കാണുന്ന സമയത്ത് അങ്ങനെ വേദനയൊന്നും ഇല്ലെങ്കിൽ നല്ല ബശാശത്തോടു കൂടെ തന്നെ കാണണം. അതിനിപ്പോൾ എന്തെങ്കിലും ഇത് ടാക്സ് അടക്കേണ്ടതൊന്നുമില്ലല്ലോ അല്ലേ. ഒന്ന് ഒരു പുഞ്ചിരി, അതുപോലെ എന്തെന്നാ ഇപ്പം ഇത് ഈ കടയുടെ ഷട്ടറുണ്ടല്ലോ, അതൊന്നും പൊന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് ഒന്ന് ചെറുങ്ങനൊന്ന് ഒരു പുഞ്ചിരിച്ചിട്ട് ഒരു പുഞ്ചിരി തൂക്കി പ്രസന്നതയോടുകൂടെ ഒരാളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അമലാണ്. അത് ചെറുതായി കാണരുത് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പോൾ
ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വഅമ്മാ ഇക്റാമുദ്ദാഖിലി ബിൽ ഖിയാമി ഫല്ലദീന ഖ്താറുഹു അന്നഹു മുസ്തഹബ്ബുൻ ലിമൻ കാന ലഹു ഫളീലത്തുൻ ലാഹിറത്തുൻ മിൻ ഇൽമിൻ ഔ സലാഹിൻ ഔ ശറഫിൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ അടുക്കൽ ഒരാൾ കയറി വരുന്ന സമയം, നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, അപ്പോൾ ഒരാൾ അവിടെ കയറി വന്നു. കയറി വന്ന ആളെ ഒന്ന് നിന്നിട്ട് ബഹുമാനിക്കുക എന്ന് പറയുന്ന സംഗതി, അതുകൊണ്ട് ശിർക്കൊന്നും സംഭവിച്ചു പോകില്ല, അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല, അത് സുന്നത്താണ്. ഫല്ലദീന ഖ്താറുഹു അന്നഹു മുസ്തഹബ്ബുൻ, പക്ഷേ ആർക്ക്? ലിമൻ കാന ലഹു ഫളീലത്തുൻ ലാഹിറത്തുൻ, ആ വരുന്നയാൾക്ക് ഒരു ലാഹിറത്തായ ഒരു ഫളീലത്ത്, സ്ഫോരിശയും ശ്രേഷ്ഠതയും ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കൽ സുന്നത്താണ്. അതെന്താണ് ബഹുമാനോ? ഒന്നുകിൽ ഇൽമുള്ള ആളാണ്, പ്രായം നോക്കരുത്. അവിടെ ഇൽമുള്ള ആളെ ബഹുമാനിക്കുമ്പോൾ പ്രായം നോക്കിയിട്ടല്ല, ഇൽമാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൽമുള്ള ആളാണോ അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഔ സലാഹിൻ, അല്ലെങ്കിൽ വലിയ ഇൽമൊന്നുമില്ല, പക്ഷേ വളരെ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന നല്ലൊരു സലാഹിയത്തുള്ള മനുഷ്യനാണ്. ഔ ശറഫിൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അഷറാഫിൽപ്പെട്ട ഏതാണ് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഏത് കുടുംബം തിരക്കണം, അതിലൊന്നും വിവേചനമൊന്നും പാടില്ല. എല്ലാ തങ്ങന്മാരെയും എന്ത് ചെയ്യണം? ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതിലൊന്നും വിവേചനം കാണിക്കാൻ പാടില്ല. എല്ലാവരും ഞാൻ തുറന്ന് തന്നെ പറയാം, അത് പിന്നെ പാണക്കാട് തങ്ങന്മാരെയും ബഹുമാനിക്കണം, കൊയിലാണ്ടി തങ്ങന്മാരെയും ബഹുമാനിക്കണം, അവരത്തെ തങ്ങന്മാരെയും ബഹുമാനിക്കണം. അങ്ങനെയൊന്നും ഇതിൽ വിവേചനമൊന്നും ഒരു മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല, മൂമിനിന് ഉണ്ടാകാൻ പാടില്ല. അവിടെയൊന്നും വിവേചനമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബങ്ങൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു കൂട്ടർക്ക് ബഹുമാനമുണ്ട്, ഒരു കൂട്ടർക്ക് ബഹുമാനിക്കില്ല, അതൊന്നും ശറയിലില്ല. ഔ വിലാദ ഔ ലഹു വിലാദത്തുൻ, അല്ലെങ്കിൽ മാപ്പയാണ് ഉമ്മയാണ് കയറി വരുന്നത്, അപ്പം എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം. ഇവൻ വലിയ വണ്ടിയിലാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ബാപ്പ വരുമ്പോൾ പാപ്പാനെ കണ്ടെന്തായാലും വയസ്സുണ്ടാവില്ല, പിന്നെ ബാപ്പാക്ക് വയസ്സെന്തായാലും കൂടുതലുണ്ടാവില്ല, ഉറപ്പ് തന്നെ. പക്ഷെ ഇയാള് വലിയ ആള്, ഭയങ്കര പണ്ഡിതനാണ് മകൻ. ബാപ്പ ഒരു സാധാരണക്കാരനാണ്, എന്നാലും ബാപ്പ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ പണ്ഡിതനായ മകൻ എഴുന്നേറ്റ് നിൽക്കണം. അത് വിലാദത്ത്, അതേ ബാപ്പയാണല്ലോ, അതുപോലെ ഉമ്മയാണല്ലോ. ഔ റഹിമിൻ, അല്ലെങ്കിൽ കുടുംബബന്ധം, വേറെ കുടുംബബന്ധമായാലും ശരി. പക്ഷേ സിന്നിൻ, കുടുംബബന്ധം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ജേട്ടൻ്റെ മകൻ വരുന്നു, അപ്പോൾ നമ്മളെ കാട്ടും പ്രായം കുറഞ്ഞ ആളാണ്, എണീറ്റിക്കേണ്ട ആവശ്യമില്ല. അതാ സിന്നിൻ എന്ന് പറഞ്ഞാൽ അവിടെ സിന്നുണ്ട്, അവിടെ പ്രായം പരിഗണിക്കണം. വനഹദാലിക് വയകൂനു ഹാദൽ ഖിയാമു ലിൽ ബിർരി വൽ ഇക്റാമി വൽ ഇഹ്തിറാമി. ഈ നൃത്തം എന്തിനു വേണ്ടിയാണ്? അതൊരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടും ഈ വന്ന ആളെ ഒരു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഈ ആദരവ് ബഹുമാനം എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ഒരു ഹദീസിലുണ്ട്, ഇദാ ജാഅകും കരീമു ഖൗമിൻ ഫഅക്രിമൂഹു. നമ്മൾ അങ്ങനെ ബഹുമാനിക്കുന്ന ആളൊന്നുമല്ലെങ്കിലും ഒരു വിഭാഗം ആളുകൾ ബഹുമാനിക്കുന്നവർ നിങ്ങളെടുക്കൽ വന്നാൽ ഫഅക്രിമൂഹു, അവരെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, അവർക്ക് വേണ്ടി. ഇതാ ദീൻ എന്നത് ചെറിയ സംഗതിയല്ല. ഇദാ ജാഅകും കരീമു ഖൗമിൻ, നിങ്ങളെടുക്കൽ വലിയൊരു ആദരണീയനൊന്നുമല്ല, പക്ഷെ ഒരു വിഭാഗം ആളുകൾ അയാളെ ആദരിക്കുന്നുണ്ട്. ഒരു ഖൗമിൻ്റെ ആദരണീയനായ ആള് നിങ്ങളെടുക്കൽ വന്നാൽ ഫഅക്രിമൂഹു, നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? അവരെ പരിഗണിച്ചുകൊണ്ട് ആദരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇക്റാമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇഹ്തിറാമാണ് എന്നല്ലാതെ റിയാഓ ആളെ കാണിക്കലോ മറ്റൊന്നും അല്ല, വലിമത്തരം കാണിക്കലോ ഒന്നല്ല, കാണിക്കലോ അല്ല. وعلى هذا الذي اخترناه استمر عمل السلف والخلف. നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യത്തിൻ്റെ മേൽ സലഫിൻ്റെയും ഖലഫിൻ്റെയും മുൻഗാമികളും പിൻഗാമികളുമായുള്ള എല്ലാ ഇമാമികളും പണ്ഡിതന്മാരും എല്ലാം ഇതേ നിലയിൽ തന്നെയാണ് ഈ പതിവ് തുടർന്നു പോന്നിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, വഖദ് ജമഅതു ഫീ ദാലിക ജുസ്അൻ. ഈ വിഷയം തന്നെ പറയാൻ വേണ്ടി ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു കൊച്ചു കൃതി രചിച്ചിട്ടുണ്ട്. ജമഅതു ഫീഹി അൽ അഹാദീസ വൽ ആസാറ വഅഖ്വാല സലഫി വഅഫ്ആലഹും അദ്ദാലത അലാ മാ ദകർതുഹു. ഞാൻ ഈ പറഞ്ഞ ഇങ്ങനെ സുന്നത്താണ് എന്ന് പറഞ്ഞ ഈ വിഷയത്തിൻ്റെ മേൽ അറിയിക്കുന്ന അതേ ധാരാളം ഹദീസുകളും അതുപോലെ താബികളുടെയും മറ്റൊക്കെ അസറുകളും സലഫ് സാലിഹികളുടെയും വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും ഇത് സുന്നത്താണെന്ന് അറിയിക്കുന്ന വാചകങ്ങളൊക്കെ ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേകമായ കൃതി തന്നെ ഞാൻ രചിച്ചിട്ടുണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറയുകയാണ്.
ഇനി ഒരു കാര്യം കൂടി പറയുന്നു, ഇങ്ങോട്ട് ഇന്നലെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാവർക്കും തിരക്കും ഉണ്ടാവും. അത്തഹ്നിഅതു ബിൽ ഈദ്, പെരുന്നാൾ ദിവസം ഒരു ആശംസ പറയലുണ്ടല്ലോ, അതിൻ്റെ എന്താണ് അതിൻ്റെ നിലവാരം? ആശംസ പറയാൻ പറ്റുമോ പറ്റൂലേ? എല്ലാ വിഷയങ്ങളും നമ്മുടെ ഇമാമുകൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാതെ നമ്മൾ പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഹദീസിലൊരു വിഷയം കാണുമ്പോഴേക്ക് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം വേറെ ഹദീസിൽ അതിൻ്റെ വിശദീകരണം ഉണ്ടാവും. ആ ഹദീസ് ചിലപ്പോൾ മൻസൂഖായിരിക്കും, ഈ ഹദീസിൽ പറഞ്ഞതായിരിക്കും നിലവിലുള്ള നിയമം. അതുകൊണ്ടാണ് പറയുന്നത് ഹദീസ് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ഹദീസും അതിനപ്പുറത്തുള്ള ഹദീസുകളും എല്ലാം അറിയണം. ആ ഹദീസിൽ പറഞ്ഞ വിഷയത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുസ്ലിം ഉമ്മത്തിൽ വെറുതെ മുൻഗാമികൾ നടന്നു വന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളോട് വളരെ വിനയത്തോടെ പറയാണ്, അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഇവിടെ മുൻഗാമികളായ സാലിഹീങ്ങളൊക്കെ നടത്തി വന്നതും അംഗീകരിച്ചു വന്നതും ഇക്കാലം വരെ നിരാക്ഷേപമായി നടന്നു വന്ന കാര്യങ്ങളും അതൊക്കെ ഒരു പെട്ടെന്ന് വന്നുകൊണ്ട് അതിനെതിരായി സംസാരിക്കുന്നതിന് പകരം ഇവിടെ ആവശ്യമുള്ള ഒരുപാട് സംഗതികൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹദീസിന്റെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യംന അന്ന അഹദകും അദാനു ബിലാലിൻ മിൻ തആമിഹി വശറാബിഹി. ഇങ്ങോട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്ക് നിങ്ങളിൽ നിന്ന് ആരെയും അന്നപാനീയങ്ങളെ തൊട്ട് തടയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ബിലാൽ റളിയല്ലാഹുവിന്റെ വാങ്ക് കേട്ടാലും എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാ, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാ. ഏത് സുബഹിന്റെ വാങ്കാണ്. ബിലാൽ റളിയല്ലാഹുവിനും വാങ്ക് വിളിക്കലുണ്ട്, വേറൊരു സഹാബിയും വാങ്ങി വിളിക്കലുണ്ട്. ആരാ? 2 മുഅദ്ദിനുണ്ടായിരുന്നല്ലോ പ്രധാനമായിട്ട്, ആർക്കും ഓർമ്മയില്ല. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അങ്ങനെ വേറൊരു മുഅദ്ദിനുണ്ട്. അപ്പൊ ചിലര് വിചാരിച്ച് സുബഹിന്റെ ടൈമായിട്ട് വാങ്ങു കൊടുക്കുന്ന സമയത്തും വെള്ളം കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യാന്നാണ് ഈ പറഞ്ഞത്. ഒരിക്കലും അതല്ല. ആ വിഷയം പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് എന്ത് ചെയ്യും? തെളിവായിട്ട് പറയും. എത്രമാത്രം അബദ്ധമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞത് സുബ്ഹിയാകുന്നതിൻ്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് കൊടുക്കപ്പെടുന്ന വാങ്കാണ്. അത് ഹദീസുകളിൽ ഉണ്ട്. ഇന്നും ഹറമൈനി ശരീഫയിൽ നടക്കുന്നുണ്ട്, വിദേശത്തുള്ള പള്ളികളിലെല്ലാം പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവ് നടന്നു വന്നിട്ടില്ല. ഹദീസ് ഇല്ലാത്തത് കൊണ്ടല്ല. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഹദീസ് ഉണ്ട്, ആർക്കാ അറിഞ്ഞുകൂടാത്ത? ആ ഹദീസിന് കുഴപ്പമൊന്നുമില്ല. ഹദീസ് ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ 2 മുഅദ്ദിനുണ്ടായിരുന്നുവെന്നും സുബ്ഹി ആകുന്നതിൻ്റെ മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങു കൊടുത്തിരുന്നു എന്നുള്ള പ്രസിദ്ധമാണ്, മഷ്ഹൂറാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ ആ ഒരു സുന്നത്ത് പതിവാക്കി വന്നിട്ടില്ല. ഇനി ഒരാൾ പെട്ടെന്ന് അതിന് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇവിടെ നടന്നു വരുന്ന രീതി അങ്ങനെയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നേരത്തെ കൊടുക്കുന്ന വാങ്ക്, ആ വാങ്ങിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷവും തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലാതെ ഷാർപ്പ് ടൈം സുബ്ഹിന്റെ സമയമായി കഴിഞ്ഞാൽ മറ്റൊരു വാങ്ക് മഹാനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കൊടുക്കുന്നുണ്ട്. ആ വാങ്കോടുകൂടെ, അതിൻ്റെ ടൈമാകലോടുകൂടെ സ്വാഇമിന്, പിന്നെ നോമ്പുകാരന് ഒന്നും കഴിക്കാൻ പറ്റൂല. കയ്യിലെടുത്ത് പിടിച്ച് വായിൽ വെച്ചതായിരുന്നാലും എടുക്കാൻ ചെയ്യാൻ പറ്റൂല. അതാണ് നിയമം. അപ്പൊ നേരത്തെ ഏതാ ഹദീസിലുണ്ടല്ലോ, ബിലാൽ റളിയല്ലാഹുവിന്റെ വാങ്ക് കേട്ടോണ്ടൊന്നും നിങ്ങൾ തൃപ്തിയും കൂടിയും നിർത്തണ്ടാന്ന്. ഏത് വാങ്കാണെന്ന് നോക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചതിൻ്റെ ശേഷം സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം 50 ആയത്തുകൾ, ഒരൊത്ത ദൈർഘ്യമുള്ള 50 ആയത്തുകൾ ഓതുന്ന ഗ്യാപ്പുണ്ടായിരുന്നു. ഹദീസിൽ കാണാം. അതെ, അത്താഴ വിരാമം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് നമ്മുടെ കലണ്ടറുകളിലൊക്കെ ഉണ്ടാകലുണ്ട് അല്ലേ? അത്താഴ വിരാമം എന്ന് പറഞ്ഞ്
അത്താഴം കഴിക്കലിനെ പിന്തിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ സ്വബഹി വാങ്ങിനോട് അടുപ്പിച്ച് കഴിക്കണമെന്നല്ല പറഞ്ഞിരുന്നത്. പരമാവധി ഇങ്ങോട്ടാക്കുക എന്നല്ലാതെ തറാവി നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് മുത്തായത്തിന് നല്ലോണം ഫുഡ് അടിച്ചിട്ട് എനിക്ക് ഇത് മതി എന്ന് പറയാനല്ല. അതാ പറഞ്ഞത്. അത്താഴം പരമാവധി എന്ത് ചെയ്യുക, സ്വബഹിനോട് അടുക്കുന്ന രൂപത്തിൽ സംശയമില്ലാത്ത രൂപത്തിലാക്കണം. അതിനൊരു ലിമിറ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചാൽ സുബ്ഹിയാകുന്നതിൻ്റെ ഇടയിൽ ഏകദേശം 50 ആയത്തുകൾ ഓതുന്ന ഖദർ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് നോക്കിയിട്ടാണ് അത്താഴ വിരാമം എന്ന് പണ്ടൊക്കെ എന്ത് ചെയ്തത് സമയം കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഹദീസിലൊരു വിഷയം പറഞ്ഞാൽ വേറെ ഹദീസുകളിൽ എന്ത് പറഞ്ഞു എന്ന് നോക്കണം. പക്ഷേ അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ജീവനോടെ കിടക്കുന്ന ഹദീസുണ്ട്. പക്ഷേ ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ നിയമം ഇല്ല. നാസിഖും മൻസൂഖും ഉണ്ട് ഹദീസിന്റെ കൂട്ടത്തിൽ, ആയത്തുകളുടെ കൂട്ടത്തിലുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ഇമാമികൾ, ആ ഇമാമികൾ എല്ലാ വിഷയങ്ങളും ചർവിത ചർമ്മണം നടത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് 4 മദ്ഹബ്, അതിൻ്റെ ഉള്ളിൽപ്പെടാത്ത അതിൻ്റെ അപ്പുറത്തുള്ളതൊന്നും അള്ളാഹുവിൻ്റെ ദീനായി പരിഗണിക്കാൻ പറ്റില്ല. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹു ഇറക്കിയതുകൊണ്ട് വിധിക്കാത്തവർ ഫാസിഖീങ്ങളാണെന്ന് പറഞ്ഞതിൻ്റെ പരിധിയിൽ അത് പെടുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞു നിർത്താം. ഇത് തുഹ്ബയുടെ വ്യാഖ്യാനമായ ശറഹായ ശർവാനിയാണ്. ഖാത്തിമത്തുൻ ഖാലൽ ഖമൂലി ലം അറ ലി അഹദിൻ മിൻ അസ്ഹാബിന കലാമൻ ബിത്തഹ്നിയതി ബിൽ ഈദി വൽ അഅവാമി വൽ അശ്ഹുരി കമാ യഫ്അലുഹു നാസു. അതായത് ജനങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, പെരുന്നാളിൻ്റെ അന്ന് അല്ലേ ഈദ് മുബാറക്ക് പറഞ്ഞ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നൊക്കെ പറയലുണ്ട്. ആ പറയുന്നതിനെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഖമൂലിമാൻ പറയാണ്. ലാകിൻ നഖലൽ ഹാഫിദുൽ മുൻദിരി അനിൽ ഹാഫിൽ അൽ മഖ്ദിസി അന്നഹു അജാബ അൻ ദാലിക ബി അന്ന നാസ ലം യസാലു മുഖ്തലിഫീന ഫീഹി. അതിൽ പണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വല്ലദീ അറാഹു അൽ അന്നഹു മുബാഹുൻ. ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് മുബാഹാണ്. ലാ സുന്നത്ത ഫീഹി വലാ ബിദ്അത്ത, സുന്നത്തൊന്നും പറയണ്ട ബിദ്അത്തൊന്നും പറയണ്ട എന്നാണ്. പക്ഷേ വഅജാബ ശിഹാബ് ഇബ്നു ഹജറിൻ ബഅദ ഇത്ലാഇഹി അലാ ദാലിക, മഹാനായ ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് ഇതെല്ലാം മൂപ്പർ കണ്ടതിൻ്റെ ശേഷം അവിടുന്ന് ഉത്തരം പറഞ്ഞു, ബി അന്നഹാ മസ്റൂഅത്തുൻ, അത് ശറഇൽ ഉള്ള സംഗതി തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്യാം, തഹ്നിയത്ത് ആശംസ പറയാം, പെരുന്നാൾ ആശംസ പറയാം. വഹ്ദദ്ദലഹു, ഓർ അതിന് ഇത് തെളിവാകും, ഉപോത്ബലകമായി തെളിവാകുമെന്നുകൂടി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്താണ്? ബി അന്നൽ ബൈഹഖിയ അഖദ ലിദാലിക ബാബൻ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഹദീസ് ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അധ്യായം? ഫഖാല ബാബു മാ റുവിയ ഫീ ഖൗലിന്നാസി ബഅദിഹിം ലിബഅദിൻ. ജനങ്ങൾ ചിലർ മറ്റു ചിലരോട് പറയുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ബാബ് ഫിൽ ഈദി, പെരുന്നാൾ ദിവസത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. എൻ്റെ അഖ്ബാരിൻ വാസാരിൻ ലഈഫത്തായ ഹദീസുകളാണെങ്കിലും ലാകിൻ മജ്മൂഅഹാ യുഹ്തജു ബിഹി ബിമിസ്ലി ദാലിക. പക്ഷേ ആ ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂടിയാൽ ഇതുപോലത്തെ വിഷയത്തിൽ അതിന് തെളിവായിട്ട് എടുക്കാൻ പറ്റും. സുമ്മ ഖാല വയുഹ്തജു ലിഉമൂമി തഹ്നിയതി, മൊത്തത്തിൽ ആശംസ പറയുന്നതിന് സ്വഹീഹായ ഹദീസ് തന്നെ തെളിവുണ്ട്. ലിമാ യഹ്ദുസു മിൻ നിഅമത്തിൻ ഔ യൻതഫി മിൻ നിഖ്മത്തിൻ, എന്തെങ്കിലും ഒരു നിഅമത്ത് ലഭിക്കുക, ഒരു അവാർഡ് ലഭിച്ചു, അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനക്കയറ്റമുണ്ടായി, അല്ലെങ്കിൽ ഒരു വലിയൊരു മുസീബത്ത് അങ്ങ് ഇല്ലാതായിപ്പോയി, അത് അതിനൊക്കെ തഹ്നിയത്ത് ചെയ്യുക, ആശംസ അർപ്പിക്കുക എന്നതിന് തെളിവ് സുജൂദു ശുക്ർ ശറഅായത് തന്നെ മതി. ശുക്റിൻ്റെ സുജൂദ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ മുസീബത്ത് എത്തുന്ന സമയത്ത് തഅസിയത്ത് സമാശ്വസിപ്പിക്കലും ഉണ്ടല്ലോ. മാത്രമല്ല
സ്വഹീഹൈനിൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ പിന്തിയ ആ സംഭവം പറഞ്ഞ ദീർഘമായ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ മഹാനവറുകളെല്ലാം അന്നഹു ലമ്മാ ബുശ്ശിറ ബിഖബൂലി തൗബത്തിഹി, മഹാനവറുകളുടെയും കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകളുടെയും തൗബ സ്വീകരിക്കപ്പെട്ടത്, ആ വിഷയം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടപ്പോൾ വലിയ വിഷമത്തിലും മനപ്രയാസത്തിലുമായിരുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. വലിയൊരു സംഭവമാണ്, ദീർഘമായ ഹദീസാണ്. ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബീഅ് റളിയല്ലാഹു അൻഹും, ഇങ്ങനെ 3 പേരായിരുന്നു. ആ കൂട്ടത്തിൽ ഈ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി പ്രായം കുറഞ്ഞ യങ്ങായിരുന്നു മഹാനവറുകൾ. അങ്ങനെ അവരുടെ 50 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് തൗബ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷ വാർത്ത വരുന്നത്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂറത്ത് തൗബയിലുണ്ട്. ആ 3 പേരുടെ മേൽ അല്ലാഹു തആല അവരുടെ തൗബ സ്വീകരിച്ചു. ഇരിക്കട്ടെ, ചരിത്രം പറയലല്ല എൻ്റെ ലക്ഷ്യം. അങ്ങനെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഒരു സംഭവം വന്ന് ബിശാറത്ത് നൽകപ്പെട്ടു. വമളാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് മനസ്സമാധാനത്തോടെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോവുകയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെന്നപ്പോൾ ഇവിടെയാണ് വിഷയം. ഖാമ ഇലൈഹി ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, അൽ അസറത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാനാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. അവരെ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് ഫഹന്നാഹു, സന്തോഷമായിപ്പോയില്ല അല്ലേ, അൽഹംദുലില്ലാഹ് നിങ്ങളുടെ തൗബ സ്വീകരിച്ചല്ലോ എന്ന നിലക്ക് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിലേക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ആശംസ പറഞ്ഞു, അനുമോദിച്ചു. വഅഖറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിരോധിച്ചില്ല, അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ നിൽക്കട്ടെ, ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ. മറ്റന്നാളെ നമ്മളെ ഇന്ന് 27, നാളെ 28, നാളെയാണ് ഇപ്പോൾ ഒരു ദിവസമുള്ളത്. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിൻ്റെ സമാപനമാണ്. മുടക്കയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പറച്ചലും ഒക്കെ കബൂൽ ചെയ്യട്ടെ. അവൻ കബൂൽ ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അള്ളാഹുവിൻ്റെ കബൂലിയത്ത് കിട്ടണം. വേറെ യാതൊരു അംഗീകാരത്തിൻ്റെയും ആവശ്യമില്ല, ഒരു ക്രെഡിറ്റിൻ്റെയും ആവശ്യമില്ല. അള്ളാഹു ജല്ല ജലാലുഹു അവൻ കബൂൽ ചെയ്യണം. അള്ളാഹുവേ, നീ ഞങ്ങളുടെ ഈ അമലുകളെല്ലാം സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. നിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു അമലായി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കൊണ്ട് നോക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളാണ്. അതെല്ലാം നീ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, മറ്റ് കുടുംബങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഹസനാത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ നിയ്യത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സമീപനങ്ങളും എല്ലാം നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും പേരക്കുട്ടികളെയും വരാനിരിക്കുന്ന എല്ലാ സന്താന പരമ്പരകളെയും നീ സ്വലാഹിയത്തിൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുള്ളവരാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ എല്ലാ സ്ഥലത്തും നിൻ്റെ കാവൽ നൽകി രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവർക്കും നിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. അടുത്തവനെ, ഇപ്പോൾ ഉള്ള ഈ ലോകത്തിൻ്റെ അവസ്ഥ വളരെ ഭീതിജനകമായ അന്തരീക്ഷമുണ്ട്. അതൊക്കെ നീക്കിയിട്ട് സമാധാനം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ആ യുദ്ധത്തിൻ്റെ കെടുതികളിങ്ങനെ നീണ്ടുപോകുന്നു. അള്ളാഹുവേ, നിനക്ക് എല്ലാറ്റിനും കഴിയുമല്ലോ റബ്ബേ.
നീ അത് നിർത്തി തരണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറും ഷെറും ഒന്നും അറിയില്ല, എന്താണോ ഖൈർ അത് നീ ഞങ്ങൾക്ക് ചെയ്തു തരണേ അല്ലാ. ഷെറെല്ലാം നീ തടുക്കണേ അല്ലാ, അതിനെ തൊട്ട് ഞങ്ങളെയും അകറ്റണേ അല്ലാ. അള്ളാഹുവേ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, പരിപൂർണമായ ആരോഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ, പല രോഗികളും പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ അറിയുന്നവനാണ്, നീ ശിഫയാക്കണേ അല്ലാ. ഒരു ചെറിയ പെൺകുട്ടിയുടെ മുഖത്ത് വെളുപ്പ് ചെറുങ്ങനെ ഉണ്ടായി വരുന്നു. വളരെ ബേജാറോടുകൂടെ ദുആ ചെയ്യാൻ പറഞ്ഞു മാതാപിതാക്കൾ. അള്ളാഹുവേ, നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവിടുത്തെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവെ, ഹബീബായ തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. അതുപോലെ ആർക്ക് എന്ത് അത്തരത്തിലുള്ള രോഗങ്ങളുണ്ടോ നീ ശിഫയാക്കണേ അല്ലാ. രഹസ്യമായ രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ. അർഹമർ റഹീമീനായ റബ്ബേ, നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യത്തോടെ ഇജ്ജത്തോടെ തഖ്വയോടെ ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സ്വാലിഹീങ്ങളോടുകൂടെ ചേർക്കണേ അല്ലാ. അതിനിടയിൽ കടങ്ങളും കടപ്പാടുകളൊക്കെ വീട്ടി എല്ലാം ക്ലിയറായിട്ട് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ, ആർക്ക് എന്ത് സാമ്പത്തികമായ പ്രതിസന്ധികളും കുടുക്കുകളും വന്നിട്ടുണ്ടോ അതെല്ലാം നീ നിർത്ത്, എല്ലാം പരിഹരിച്ച് നല്ല മനസ്സമാധാനവും ഇസ്സത്തും നീ നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.